പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ അധിക സൈനിക വിന്യാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തി വൈറ്റ് ഹൗസ്. സംഘർഷം അവസാനിപ്പിക്കാൻ ടെഹ്റാനുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ അധിക US സൈനികരെ വിന്യസിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ പരമാവധി ഓപ്ഷണൽ നൽകുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് തിങ്കളാഴ്ച പറഞ്ഞത്. മേഖലയിൽ കൂടുതൽ US സൈനികരെ വിന്യസിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മേഖലയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ തന്ത്രപരമായ വഴക്കം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്താൻ നയതന്ത്ര ചാനലുകൾ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ സേനകളെ നേരിടുന്നതിനുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് പ്രസിഡന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കമാൻഡർ ഇൻ ചീഫിന് പരമാവധി ഓപ്ഷണൽ അവസരം സൃഷ്ടിക്കുക എന്നതാണ് പെന്റഗണിലെ ജോലിയെന്നും ലിവിറ്റ് പറഞ്ഞു. കരയിലൂടെയുള്ള സൈനിക നടപടികളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചെങ്കിലും അദ്ദേഹം അത് തള്ളിക്കളയാൻ വിസമ്മതിച്ചുവെന്നും പ്രസ് സെക്രട്ടറി പറഞ്ഞു. നിലത്ത് ബൂട്ട് ധരിക്കുന്നതിനെക്കുറിച്ചോ കരയിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചോ പ്രസിഡന്റിനോട് പലതവണ ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അത് തള്ളിക്കളയാൻ വിസമ്മതിച്ചു. പ്രസിഡന്റിന് പരമാവധി ഓപ്ഷൻ അവസരം നൽകുക എന്നതാണ് പെന്റഗണിന്റെ ജോലി. അതിനർത്ഥം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു എന്നല്ല. നമ്മുടെ ശത്രുവിന് സൂചന നൽകാതിരിക്കാൻ അത്തരം ഒരു തീരുമാനം മാധ്യമങ്ങളെ ഒരിക്കലും അറിയിക്കുകയുമില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇറാനിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കരസൈനിക നടപടികൾക്കുള്ള പദ്ധതികൾ പെന്റഗൺ തയ്യാറാക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ട്രംപ് സംഘർഷം ശക്തമാക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ സുസ്ഥിരമായ സൈനിക ഘട്ടത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ തയ്യാറെടുപ്പുകളുടെ ലക്ഷ്യമെന്നും സംഭവവികാസത്തെക്കുറിച്ച് പരിചയമുള്ള US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. പരിഗണനയുള്ള ഏതൊരു കര നടപടിയും പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിൽ നിന്നും മുക്തമാകുമെന്നും ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. പകരം പ്രത്യേക പ്രവർത്തന സേനയും പരമ്പരാഗത കാലാൾപ്പട യൂണിറ്റുകളും സംയോജിപ്പിച്ച് ലക്ഷ്യമിട്ടുള്ള റെയ്ഡുകൾ ഇതിൽ ഉൾപ്പെടുമെന്നും ദി പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ് ഷിപ്പ് ട്രിപ്പോളി ഏകദേശം 3500 മറൈൻ സൈനികരും ചേർന്ന് US സെൻട്രോം ഉത്തരവാദിത്ത മേഖലയിലേക്ക് പ്രവേശിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ ആംഫിബിയസ് ആക്രമണ കപ്പലുകളിൽ ഒന്നിനെ പശ്ചിമേഷ്യയിലെ സജീവമായ ഒരു പോരാട്ടവേദിയിലേക്ക് കൊണ്ടുവന്നു. ഇറാനിയൻ ഭരണകൂടത്തിന് വ്യക്തമായ സന്ദേശം പ്രസിഡന്റ് അയച്ചിട്ടുണ്ടെന്നും ഒരു കരാറിലെത്താൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും ലിവിറ്റ് അടിവരയിട്ടു. ഈ സമയത്ത് പ്രസിഡന്റ് ഇറാൻ ഭരണകൂടത്തോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ വായിച്ച പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ്, ഒരു കരാറിൽ ഏർപ്പെടുക എന്നതാണ് അവരുടെ ഏറ്റവും നല്ല നീക്കം. അല്ലെങ്കിൽ അമേരിക്കൻ സായുധ സേനയ്ക്ക് അവരുടെ ഭാവനയ്ക്ക് അതീതമായ കഴിവുകളുണ്ട്, അവ ഉപയോഗിക്കാൻ പ്രസിഡന്റ് ഭയപ്പെടുന്നില്ല എന്നും അവർ പറഞ്ഞു. ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങൾ, എണ്ണക്കിണറുകൾ, ഖാർഗ് ദ്വീപ് എന്നിവയുൾപ്പെടെയുള്ള ഇറാന്റെ സിവിലിയൻ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതായി ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭരണകൂടം US ആയുധ സേനയും എല്ലായ്പ്പോഴും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുമെന്നും ലിവിറ്റ് പറഞ്ഞു. ഈ ഭരണകൂടം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയുധ സേനയും എല്ലായ്പ്പോഴും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കും. എന്നാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ പൂർണ്ണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പ്രസിഡന്റ് ട്രംപ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. ഇറാൻ ഭരണകൂടവുമായി ഒരു കരാറിൽ ഏർപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് നേരത്തെ പറഞ്ഞു, വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും കാരണത്താൽ ഉടൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അത് സാധ്യമാകും. ഹോർമുസ് കടലിടുക്ക് ഉടൻ വ്യാപാരത്തിനായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനിലെ എല്ലാ വൈദ്യുതോൽപാദന പ്ലാന്റുകളും എണ്ണക്കിണറുകളും ഖാർഗ് ദ്വീപും പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കി ഞങ്ങൾ ഇറാനിലെ ഞങ്ങളുടെ മനോഹരമായ താമസം അവസാനിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.